Dear friends, hearty welcome. This is Srikumar with you. ലാസ്റ്റ് എപ്പിസോഡിൽ 2-3 വാക്കുകൾ ഉപയോഗിച്ച് അതിനെങ്ങനെ കണക്ട് ചെയ്ത് തുടർച്ചയായി എങ്ങനെ കാര്യങ്ങൾ പറയാം എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. തീർച്ചയായും ഒരു ദിവസം അതൊരു 2 എണ്ണമെങ്കിലും പ്രാക്ടീസ് ചെയ്യുക. നിങ്ങളറിയാതെ തന്നെ നിങ്ങളുടെ ഇംഗ്ലീഷ് പതുക്കെ മെച്ചപ്പെട്ടു വരും. അക്കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വേറൊരു കാര്യമാണ്, ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഡയറക്റ്റ് സ്പീച്ചും ഇൻഡയറക്റ്റ് സ്പീച്ചും അല്ല. ഇനി ഡയറക്റ്റ് സ്പീച്ചും ഇൻഡയറക്റ്റ് സ്പീച്ചും പഠിച്ച് നിങ്ങൾ സംസാരിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ സംസാരിക്കുമായിരിക്കും, പക്ഷെ അത് കേൾക്കുന്നവർക്ക് 90% ആൾക്കാർക്കും അത് മനസ്സിലാവില്ല. അതാണ് സത്യം. അതവിടെ നിൽക്കട്ടെ. ഏതായാലും ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അതല്ല, വേറൊരു കാര്യമാണ്. നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേക്ക് ഡയറക്റ്റായിട്ട് ചോദിക്കാനും ഇൻഡയറക്റ്റായിട്ട് ചോദിക്കാനുള്ള 2 മെത്തേഡുകളുണ്ട്. എന്തിനാണ് ഉപയോഗിക്കുന്നത്? സാധാരണ നമുക്കറിയാം, വേർ ആർ യു ഗോയിങ്, വാട്ട് ഈസ് ഹി ഡൂയിങ്, ഇങ്ങനെയൊക്കെ ഉള്ളതാണ് നമുക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻസ്. പക്ഷെ അത് പരിചയക്കാരടുത്തും നമ്മുടെ ബന്ധുക്കളടുത്തും അങ്ങനെയുള്ളിടത്ത് വേണം ആ ചോദ്യം ചോദിക്കാൻ. അതേസമയം നമുക്ക് പരിചയമില്ലാത്തടത്താണെങ്കിൽ നമ്മൾ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കേണ്ടത്. അതാണ് റൂൾ. ആ റൂൾ അവിടെ നിൽക്കട്ടെ. ഇത് എന്താണെന്ന് ഞാൻ പറയാം. നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യും. ആ സമയത്ത് നമ്മുടെ അടുത്തൊരാളിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഇംഗ്ലീഷ് മാത്രമേ അറിയാവൂ എന്ന് വിചാരിക്കുക. അപ്പം അദ്ദേഹത്തിനടുത്ത് വേർ ആർ യു ഗോയിങ് എന്ന് ചോദിക്കുന്നതിനേക്കാൾ ക്യാൻ യു ടെൽ വെയർ യു ആർ ഗോയിങ് എന്ന് ചോദിക്കുന്നതാണ് കുറെ കൂടി എളുപ്പം. അതാണ് ചോദിക്കേണ്ട രീതി. ഇനി എന്താണ് ഈ രീതി എന്ന് ഒരിക്കൽ കൂടെ വ്യക്തമായിട്ട് പറയാം. അതായത് വേർ ആർ യു ഗോയിങ് എന്ന് ചോദിക്കുമ്പോൾ ഡയറക്റ്റ് ഒരു ചോദ്യം, അതേസമയം അതിൻ്റെ ഫ്രണ്ടിൽ ഒരു ഫ്രൈസ് അല്ലെങ്കിൽ ചെറിയൊരു ക്വസ്റ്റ്യൻ കൂടെ ചേർത്ത് അതിനെ ഒരു സ്റ്റേറ്റ്മെന്റ് രൂപത്തിലാക്കി ചോദിക്കുന്നതാണ് ഇൻഡയറക്റ്റ് വേ ഓഫ് ആസ്കിങ് ക്വസ്റ്റ്യൻസ്. അതാണ് പൊളൈറ്റ് വേ ഓഫ് ആസ്കിങ് ക്വസ്റ്റ്യൻസ്. വളരെ പൊളൈറ്റായിട്ട് ചോദിക്കണമെങ്കിൽ അങ്ങനെ ചോദിക്കുക. ഏതായാലും നമുക്ക് അതിലേക്ക് വരാം. വേർ ആർ യു ഗോയിങ് അത് നമ്മൾ പൊളൈറ്റ് വേയിൽ, അതായത് ഇൻഡയറക്റ്റ് വേയിലാക്കുമ്പോഴത്തേക്ക് ക്യാൻ യു ടെൽ വെയർ യു ആർ ഗോയിങ്. വെയർ യു ആർ ഗോയിങ് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെന്റിന്റെ രീതിയാണ്. വേർ ആർ യു ഗോയിങ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ്റെ രീതി. നമ്മൾ ശ്രദ്ധിക്കുക, ക്യാൻ യു ടെൽ അത് ചേർക്കുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ അതിനെ സ്റ്റേറ്റ്മെന്റ് പോലെ ഉപയോഗിക്കുക. വെയർ യു ആർ ഗോയിങ്. ഇനി ക്യാൻ യു ടെൽ എന്ന് പറയുന്നതിന് പകരം കുറച്ചുകൂടെ പൊളൈറ്റ് ആക്കണമെങ്കിൽ ക്യാനെ മാറ്റി ഒരു കുഡ് അങ്ങോട്ട് ചേർക്കും. കുഡ് യു ടെൽ വെയർ യു ആർ ഗോയിങ്. വേർ ആർ യു ഗോയിങ് അല്ല, വെയർ യു ആർ ഗോയിങ്. അത് വേറെ കഴിഞ്ഞു, പിന്നെ നമ്മൾ സബ്ജക്റ്റ് വന്നു, പിന്നെ വെർബ് വന്നു. സാധാരണ ഉള്ള സ്റ്റേറ്റ്മെന്റിന്റെ രീതി. ഇനി വേറൊന്നു, വാട്ട് ഈസ് ഇറ്റ്, അതെന്താകുന്നു. ഡു യു നോ വാട്ട് ഇറ്റ് ഈസ്. വാട്ട് ഈസ് ഇറ്റ് അല്ല, വാട്ട് ഇറ്റ് ഈസ്. വെൻ ഈസ് ദി ട്രെയിൻ. ക്യാൻ യു ടെൽ വെൻ ദ ട്രെയിൻ ഈസ്. അത് മറന്നു കണ്ട സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ. ഇങ്ങനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് വേ ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ ചോദിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സംസാരിച്ച് പോകുമ്പോഴത്തേക്ക് ഇങ്ങനെയുള്ള രീതിയിലാണ് കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. നെക്സ്റ്റ്, വെൻ ഈസ് ദ മുഹൂർത്തം. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ വെൻ ഈസ് ദ ട്രെയിൻ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ്. കുഡ് യു പ്ലീസ് ടെൽ അല്ലെങ്കിൽ കുഡ് യു ടെൽ വെൻ ദി മുഹൂർത്തം ഈസ്. തീർന്നു. നെക്സ്റ്റ്, വൈ ഡിഡ് ദേ മൂവ് ടു ലണ്ടൻ. ഡിഡ് ദേ മൂവ് എന്നാണ് വന്നേക്കുന്നത്, അതായത് കഴിഞ്ഞു പോയി. മൂവ് എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. വൈ ഡിഡ് ദേ മൂവ് ടു ലണ്ടൻ, അവരെന്തുകൊണ്ടാണ് ലണ്ടനിലേക്ക് മൂവ് ചെയ്തത്. ഞാൻ ഇൻഡയറക്റ്റ് ആക്കി നോക്കാം. ഐ വുഡ് ലൈക്ക് ടു നോ വൈ ദേ മൂവ്ഡ് ടു ലണ്ടൻ. ആ ഡിഡ് അങ്ങ് പോയപ്പോഴത്തേക്ക് ഇവിടെ മൂവ്ഡ് എന്ന് വന്നു. വൈ ഡിഡ് ദേ മൂവ്ഡ് ടു ലണ്ടൻ, എന്തുകൊണ്ടാണ് അവർ ലണ്ടനിലേക്ക് മൂവ് ചെയ്തത്. മനസ്സിലായല്ലോ. ഇപ്പം നേരത്തെ നമ്മൾ കുഡ് യു ടെൽ, ക്യാൻ യു ടെൽ, ഡു യു നോ എന്നൊക്കെ പറഞ്ഞു. അത് മാത്രമല്ല വേറെയും ഇതേപോലെ നമുക്ക് സൗകര്യമുള്ള സെൻറ്റൻസുകൾ ഉപയോഗിക്കാം. അതാണ് ഐ വുഡ് ലൈക്ക് ടു നോ. ഇനി വേറെ, ഹൗ ഡിഡ് ഹി വിൻ ദ ഗെയിം, അവൻ എങ്ങനെയാണ് ആ ഗെയിം ജയിച്ചത്. ഐ ഹാവ് നോ ഐഡിയ ഹൗ ഹി വൺ ദ ഗെയിം, അവൻ എങ്ങനെയാണ് ഗെയിം ജയിച്ചതെന്ന് എനിക്കൊരു ഐഡിയയുമില്ല. ഐ ഹാവ് നോ ഐഡിയ ഹൗ ഹി വൺ ദ ഗെയിം. ശ്രദ്ധിക്കുക, ഡിഡ് ഉണ്ട്, വിൻ ഉണ്ട് മുകളിലത്തേൽ. അതിവിടെ വന്നപ്പോഴത്തേക്ക് വൺ ആയി സ്റ്റേറ്റ്മെന്റ് ആയിട്ട് മാറി. അല്ലെങ്കിൽ ഐ വുഡ് ലൈക്ക് ടു നോ ഹൗ ഹി വൺ ദി ഗെയിം,
അവൻ ആ ഗെയിം എങ്ങനെയാണ് ജയിച്ചതെന്ന് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു. ഇനി ഏത് രീതിയിൽ വേണമെങ്കിലും പറയാം. ഇനി നമുക്ക് വേറെ ഒന്ന്. വേർ ഈസ് ദി ബസ് സ്റ്റോപ്പ്? ഡു യു നോ വേർ ദ ബസ് സ്റ്റോപ്പ് ഈസ്? കുഡ് യു ടെൽ വേർ ദ ബസ് സ്റ്റോപ്പ് ഈസ്? ഐ ഹാവ് നോ ഐഡിയ വേർ ദ ബസ് സ്റ്റോപ്പ് ഈസ്. ഇതെന്ത് വേണോ ഉപയോഗിക്കുക. ആ ചുവപ്പിട്ട് എഴുതിയ കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക. അതാണ് നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ ഉപയോഗിക്കുന്ന ഫ്രേസ്. ഹൗ ഡിഡ് ഹി ഡു ഇറ്റ്? അവൻ എങ്ങനെയാണ് അത് ചെയ്തത്? ഡിറ്റ് ഉണ്ട്, പിന്നെ ഡു ഉണ്ട്. ഡു എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യുക. അതിൻ്റെ മുന്നിൽ ഡിറ്റ് ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് അത് കഴിഞ്ഞു പോയതാണ് നമുക്ക് മനസ്സിലാക്കാം. ഹൗ ഡിഡ് ഹി ഡു ഇറ്റ്? ഐ വാസ് വണ്ടറിങ് ഹൗ ഹി ഡിഡ് ഇറ്റ്. ഞാൻ അതിശയിക്കുന്നു, അന്തം വിടുന്നു, അവൻ എങ്ങനെയാണത് ചെയ്തതെന്ന്. ഐ വാസ് വണ്ടറിങ് ഹൗ ഹി ഡിഡ് ഇറ്റ്. ഐ ഹാവ് നോ ഐഡിയ ഹൗ ഹി ഡിഡ് ഇറ്റ്. അവനത് എങ്ങനെ ചെയ്യുന്ന എനിക്കൊരു ഐഡിയയും ഇല്ല. ഐ വാണ്ടഡ് ടു നോ ഹൗ ഹി ഡിഡ് ഇറ്റ്. ഇങ്ങനെ എന്ത് വേണോ എൻ്റെ ഫ്രണ്ട് ചേർത്തിട്ട് നമുക്കത് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ പറഞ്ഞു പോകും. അങ്ങനെയാണ് നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്നത്. വൈ ആർ ദേ ലേറ്റ്? അവർ എന്തുകൊണ്ട് ലേറ്റ് ആവുന്നു? ഐ വണ്ടർ വൈ ദേ ആർ ലേറ്റ്. ആ ആർ ദേ എന്നുള്ളത് തിരിച്ച് ദേ ആർ എന്നായി. അല്ലെങ്കിൽ ഐ ഹാവ് നോ ഐഡിയ വൈ ദേ ആർ ലേറ്റ്. മേ ഐ നോ വൈ യു കെയിം ഹിയർ? വൈ ഡിഡ് യു കം ഹിയർ എന്നുള്ളതാണ് വൈ യു കെയിം ഹിയർ എന്ന് മാറിയത്. മേ ഐ നോ വൈ യു കെയിം ഹിയർ? നിങ്ങളിവിടെ എന്തുകൊണ്ട് വന്നുവെന്ന് ഞാൻ അറിയട്ടെ. ഐ വുഡ് ലൈക്ക് ടു നോ വൈ യു കെയിം ഹിയർ. നിങ്ങളിവിടെ എന്തുകൊണ്ട് വന്നുവെന്ന് അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഇന്റർ ക്വസ്റ്റ്യൻസിന്റെ രൂപം മനസ്സിലായല്ലോ. ഇനി ഒന്നുകൂടെ. വാട്ട് ടൈം ഡസ് ദ ബാങ്ക് ഓപ്പൺ? ഡു യു നോ വാട്ട് ടൈം ദ ബാങ്ക് ഓപ്പൺസ്? ആ ഡസ് അങ്ങ് പോയപ്പോഴത്തേക്ക് ആ ഓപ്പണിൻ്റെ കൂടെ ഒരു എസ് കൂടെ കയറി വന്നു. അപ്പോൾ ഈ ഡു ഡിഡ് ഡസ് എന്നൊക്കെ പറയുന്ന നമ്മുടെ ഡയറക്റ്റ് ക്വസ്റ്റ്യനുള്ള സാധനമെല്ലാം ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ അപ്രത്യക്ഷമാവും. വാട്ട് ടൈം ഡസ് ദ ബാങ്ക് ഓപ്പൺ? ഡു യു നോ വാട്ട് ടൈം ദ ബാങ്ക് ഓപ്പൺസ്? നെക്സ്റ്റ്. ഐ വാസ് ഹോപ്പിംഗ് ടു ആസ്ക് ഹിം ഹൗ ഇറ്റ് ഹാപ്പൻഡ്. ദെൻ ഈസ് ഇറ്റ് പോസിബിൾ ടു നോ? ഈസ് ദെയർ എൻ ഐഡിയ? ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ മുൻപ് ചേർത്തുകൊണ്ട് അതിൻ്റെ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇതൊന്ന് അറിഞ്ഞു വെച്ചാൽ സാധാരണ സംസാരത്തിൽ വരുന്നത് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതിനകത്ത് തെറ്റുണ്ടോ ഇല്ലയെന്നൊന്നും പിന്നെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ദിസ് ഈസ് ശ്രീകുമാർ സൈനിങ് ഓഫ്.